നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോവർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോവർ ആവുകയോ ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന എല്ലാ ജ്യോതിഷ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം 2026 പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2026 പുതുവർഷ നക്ഷത്ര ഫലം, അത് മകീര നക്ഷത്രത്തെ പറ്റിയുള്ള പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷ വീഡിയോ ഇടാറുണ്ട്. പുതുവർഷ വീഡിയോ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും എൻ്റെ ചാനലിൽ വീഡിയോ ദിവസവും വരുന്നതാണ്. പ്രത്യേകിച്ച് വൈകിട്ട് 5 മണിക്ക് ആയിരിക്കുള്ളൂ കൂടുതലും എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോകൾ വരുന്നത്. അപ്പൊ ദിവസവും വീഡിയോ വരുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പുതുവർഷത്തിൽ പ്രത്യേകമായിട്ട് പുതുവർഷ വീഡിയോയും ഇടാറുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് പലരും എന്നെ വിളിക്കാറുമുണ്ട്, അതിൽ കമന്റുകൾ ഇടാറുണ്ട്. പലരും എന്നെ ഫോണിൽ വിളിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ചേറെ നെഗറ്റീവായിട്ടുള്ള ചില അഭിപ്രായങ്ങളും ചിലർ പറയാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ. എന്നിരുന്നാലും ഇങ്ങനെ എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കൊല്ലവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതുവർഷ വീഡിയോ ഇടുകയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കമന്റുകൾ എനിക്ക് കിട്ടണം, ഉണ്ടാകണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആശീർവാദങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണങ്ങളും കൊണ്ടാണ് എൻ്റെ വീഡിയോ എനിക്ക് ഇതേവരെ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അപ്പോൾ വർഷങ്ങളായി ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമുമായിട്ട് ഈ ചാനലിൽ ഞാനുണ്ട്. അപ്പൊ എൻ്റെ വീഡിയോ ഡെയിലി വരുന്നുണ്ട്. അതുകൂടാതെ പുതുവർഷ വീഡിയോയും ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ഈ 2026 ഈ പുതുവർഷ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നതിന് മുമ്പിൽ ഒരു കാര്യവും കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനുമായി കാണണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് ചിലവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചു പോകും. അപ്പൊ മകീര നക്ഷത്രക്കാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതും ആദ്യാവസാനം വരെ കാണണം. അല്ലാതെ ഇടക്കിടക്ക് ഓടിച്ചു പോയി അത് അങ്ങനെ നിങ്ങൾക്ക് ഈ വർഷത്തിൽ മൊത്തത്തിൽ നിങ്ങളെ ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതൊക്കെ അത് മുഴുവനുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണം. അപ്പൊ അതുകൊണ്ട് വീഡിയോ ആദ്യാവസാനം വരെ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കണമെന്നാണ് എനിക്കൊരു അഭ്യർത്ഥന നിങ്ങളോട് ഉണ്ട്. അപ്പൊ 2026 പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ഓരോ വ്യക്തിക്കും വരുന്ന ഫലാനുഭവങ്ങളാണ് ഞാനിവിടെ ഗോചരപരമായിട്ടുള്ള സാമാന്യ ഫലം ഞാനിവിടെ പറയുന്നത്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാവും. അത് അവരുടെ ജന്മസമയത്തെയും ഗ്രഹനിലയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഗോചരപരമായിട്ട് 4 ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷം അനുസരിച്ചാണ് ഫലങ്ങൾ വരുന്നത്. മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളും കിട്ടും. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ 4 ഗ്രഹങ്ങളാണ് വരുന്നത്. ഈ 4 ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വേഴം, ഒന്ന് ശനി, ഒന്ന് രാഹു, ഒന്ന് കേതു. ഈ 4 ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് കൂടുതലും ഗോചരപരമായിട്ട് ഒരു വർഷത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അപ്പൊ അവരുടെ സ്വാധീനത്താൽ ഉണ്ടാകുന്ന ആ ഗോചരപരമായിട്ടുള്ള ആ നക്ഷത്രഫലം 2026 മകീര നക്ഷത്രക്കാരുടെ ഫലം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ മകീര നക്ഷത്രക്കാർ 2 കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. മകീരയില്
മകീരം 2 കൂറിലാണ് വരുന്നത്. ഒന്ന് ഇടവക്കൂറിലും വരും. മകീരം പകുതി ഇടവക്കൂറിലും പകുതി മിഥുനക്കൂറിലുമാണ് മകീരം നക്ഷത്രക്കാർക്ക് വരുന്നത്. അപ്പൊ 2 കൂറുകാരെ സംബന്ധിച്ചും വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. ചിലവർക്ക് ഗുണമുണ്ടാവും, ചിലവർക്ക് ദോഷം ഉണ്ടാകും. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് ഗുണം കിട്ടുന്ന ഒരു വർഷമായിരിക്കും മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026. ഇവരെ സംബന്ധിച്ച് വേഴം 3-ലും അതുകൂടാതെ 2-ലും വരുന്ന ഒരു സമയമാണ്. വേഴം 2026 ജൂൺ 2-ാം തീയതി വേഴം മാറും. അപ്പൊ തുടങ്ങുന്ന സമയത്തുള്ള വേഴത്തിന്റെ സ്ഥാനമല്ല, അത് കഴിഞ്ഞു വരുന്നു. അപ്പൊ കുറച്ചു നാൾ കഴിയുമ്പോൾ വേഴം മാറുന്നുണ്ട്. വേഴം ആരാണ്? ധനകാരകനാണ്. നമുക്ക് ശ്രേയസ്കരമായ, അതായത് സർവേശ്വര ഗ്രഹമാണ്. ഈ സർവേശ്വര ഗ്രഹത്തിന്റെ ആ വേഴമാറ്റം ഈ നക്ഷത്രക്കാരിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 2-ലും 3-ലും ഒക്കെ വരുന്ന ഒരു സമയമാണ് ഈ വേഴം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പോൾ അതുകൂടാതെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനി 11-ലും മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 10-ലും, അതായത് 11 ശുഭസ്ഥാനവും അതുകൂടാതെ 10 കർമ്മസ്ഥാനത്തിലും ശനി വരുന്ന ഒരു സമയമാണ്. ഇതേപോലെ തന്നെ രാഹു കേതുക്കളും 2 രാശികൾ മാറി ഇവർക്ക് വരും ഈ നക്ഷത്രക്കാർക്ക്. അപ്പൊ ഇവർക്ക് ഈ വർഷം പൊതുവെ ഗുണം കിട്ടുന്ന ഒരു കാലമാണ് 2026. ഇവര് ശ്രമിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ പറ്റുന്ന ഒരു വർഷമാണ്. ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും, കാരണം ചില മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 10-ലല്ലേ, കർമ്മഭാഗത്തല്ലേ, അപ്പൊ അവിടെ ചില തടസ്സങ്ങളുണ്ട്. എന്നിരുന്നാലും പൊതുവെ ഇവർക്ക് വേഴം ഗുണം കിട്ടുന്ന, വേഴത്തെ കൊണ്ടും ശനിയെ കൊണ്ടും, 11-ലെ ശനി ഇടവക്കൂറുകാർക്ക് 11-ലെ ശനിയാണ്, 11-ലെ ശനി ഗുണം ചെയ്യും. അപ്പൊ അങ്ങനെ ഇവരെ സംബന്ധിച്ച് പൊതുവെ ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം 2026. ധനാഗമ മാർഗങ്ങൾ പലതും ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്ന ഒരു സമയമാണ്. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇവർ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് ധനനേട്ടങ്ങളും ധന ആഗമന മാർഗങ്ങളും തുറന്നു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാവും. ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ വിജയിക്കും. ചില കർമ്മത്തിൽ ചിലവർക്ക് മേടക്കൂറുകാർക്ക് ശനി 10-ലാണ്, അപ്പൊ കർമ്മത്തിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ചില ദോഷങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഇവരെ തേടി വരുന്ന ഒരു വർഷം കൂടിയാണ് 2026. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു സമയം. വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ മത്സരങ്ങളിൽ വിജയിക്കാവുന്ന ഒരു സമയമാണ്. മത്സരങ്ങളിൽ, പരീക്ഷകളിൽ ഉന്നത മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന ഒരു സമയമാണ്. അപ്പോ നല്ല കാര്യങ്ങൾ ശനിനെ കൊണ്ട് ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷവും കൂടിയാണ് ഈ 2026. ധനപരമായി ഇവർക്ക് വേഴത്തിന്റെ 2-ല് വേഴം നിൽക്കുന്നു മുമ്പൊക്കെ നല്ല ധനപരമായിട്ട് നല്ല നേട്ടങ്ങൾ ഈ ഇവരെ സംബന്ധിച്ച് കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ധനപരമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന വർഷമാണ്. ഇവർ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് നേട്ടങ്ങൾ വരും. വാക്ക് തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം കർമ്മഭാഗത്ത് ശനി ഉണ്ടല്ലോ ചിലർക്ക്, അതായത് മേടക്കൂറുകാർക്ക് ശനി 10-ലല്ലേ വന്നു. അപ്പൊ കർമ്മത്തിൽ ശനി, അപ്പൊ അത് ചില തടസ്സങ്ങൾ ഉണ്ടാകും.
അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്നാൽ ഇവർക്ക് പല നേട്ടങ്ങളും നേടാൻ സാധിക്കുന്ന വർഷമാണ്. മനസ്സമാധാനവും സന്തോഷവും ഇവർക്ക് ഉണ്ടാകും. അതുവരെ മനക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ ഈ വർഷം തുടങ്ങുമ്പോൾ ഇവരുടെ മനക്ലേശങ്ങൾ മാറും, മനസ്സമാധാനം കിട്ടും. ദോഷാനുഭവങ്ങൾ പലതും നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി വരുന്ന ആ ഒരു സമയം ഇവർക്ക് മനസ്സമാധാനം കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന സന്ദർഭങ്ങളും ഈ 2026 കൂടുതലായി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും. ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഗുണം കിട്ടുന്ന ഒരു വർഷമാണ്. പ്രവർത്തികളിൽ ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കർമ്മരംഗത്ത് ചില മേടക്കൂറുകാർക്ക് ശനി കർമ്മത്തിലാണ്. അവരെ സംബന്ധിച്ച ആണെങ്കിലും ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗുണം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നേട്ടങ്ങൾ കിട്ടാവുന്ന ഒരു വർഷവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ കർമ്മരംഗത്ത് പുരോഗതിയും മനസ്സമാധാനവും സന്തോഷങ്ങളും കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ വർഷം. മേടക്കൂറുകാർക്കാണ് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവുള്ളൂ. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പ്രയാസങ്ങളില്ല, അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അതേപോലെ തന്നെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് നല്ല അംഗീകാരങ്ങൾ കിട്ടും. സാംസ്കാരിക പ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്ക് അവർക്കൊക്കെ ഗുണകരമായ വർഷമാണ് 2026 വരാൻ പോകുന്നത്. അപ്പൊ 2026 രാഷ്ട്രീയക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും, പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങളുണ്ടാകും, സാംസ്കാരിക പ്രവർത്തകർക്ക് നേട്ടങ്ങളുണ്ടാകും. ഇവർ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് നേടാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ 2026. കുടുംബസമാധാനവും ശ്രേയസ്സും സന്തോഷവും ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ്. ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കുടുംബാംഗങ്ങളുമൊത്ത് യാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും വിനോദയാത്ര പോകാനും അതുമല്ലെങ്കിൽ ഇവർക്ക് കുടുംബാംഗങ്ങളുമൊത്ത് ഉല്ലാസമായ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങളെല്ലാം ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദുരിതങ്ങൾ മാറിപ്പോകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. പല വിധത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിച്ചു വരുന്നവരായിരുന്നെങ്കിൽ ഈ വർഷം ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026 നേട്ടങ്ങളും പല കാര്യങ്ങൾ നേടുവാൻ ഒക്കെ കഴിയുന്ന ഒരു വർഷമായിരിക്കും. ഈ 2026 മകീര നക്ഷത്രക്കാരുടെ ഈ നക്ഷത്രഫലം ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. 2026 പുതുവർഷം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.